ഇമ്മാനുവൽ സിൽക്ക് ഷോറൂമുകളിൽ സമ്മാന പെരുമഴയുമായി ഇമ്മാനുവൽ ഓണം പൊന്നോണം. ഓരോ പർച്ചേസിനൊപ്പം ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസേന നേടാം ടിവി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഓവൻ, ഗോൾഡ് കോയിൻസ്, മൊബൈൽ ഫോൺ, ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ. ദേശീയ സരസമേളയ്ക്ക് ഇത്തവണ തൃത്താലയിൽ വേദിയൊരുക്കുമെന്ന് മന്ത്രി MP രാജേഷ്. ഡിസംബറിലാണ് മേള ഒരുക്കുമെന്നും മന്ത്രി പറഞ്ഞു. ആനക്കരയിൽ തൃത്താല മണ്ഡലത്തിലെ സമുന്നതി ജീവനോപാധി പദ്ധതി ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു മന്ത്രി. കുടുംബശ്രീയുടെ ഏറ്റവും വലിയ ആഘോഷമായ ദേശീയ സരസ് മേള ഇത്തവണ തൃത്താലയിൽ വിപുലമായി നടത്തുമെന്ന് മന്ത്രി MP രാജേഷ് പറഞ്ഞു. ഡിസംബർ അവസാന വാരം നടക്കുന്ന ദേശീയ സരസ് മേളയുടെ സ്വാഗത സംഘം സെപ്റ്റംബർ 20 ചേരും. തൃത്താല മണ്ഡലത്തിൽ സമുന്നതി ജീവനോപാധി പദ്ധതി ആനക്കര ഗ്രാമപഞ്ചായത്തിലെ ചോലക്കുളമ്പിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വിനിയോഗിക്കാനും നിർവഹിക്കാനും കഴിയണം. ആക്ഷേപങ്ങളൊന്നും ഇടവരുത്താത്ത തരത്തിൽ കുടുംബശ്രീയിൽ നമുക്ക് വലിയ വിശ്വാസമുണ്ട്. കുടുംബശ്രീ കേരളത്തിന്റെ അഭിമാനമാണ്. തൊട്ടതെല്ലാം പൊന്നാക്കിയിട്ടുള്ള പ്രസ്ഥാനമാണ് കുടുംബശ്രീ എന്ന് പറഞ്ഞാൽ. കുടുംബശ്രീ വിചാരിച്ചാൽ സാധ്യമാവാത്ത ഒരു കാര്യമില്ല. നമ്മുടെ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരും പാവപ്പെട്ടവരുമായിട്ടുള്ള സ്ത്രീകളുടെ ജീവിതത്തെ മാറ്റിമറിച്ച മഹാപ്രസ്ഥാനത്തിന്റെ പേരാണ് കുടുംബശ്രീ എന്നത്. കുടുംബശ്രീയുടെ പ്രാധാന്യവും നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങളുടെ മുദ്രാഗീതം എന്ന് പറഞ്ഞല്ലോ, മുദ്രാഗീതത്തിന്റെ വരിയെന്താ? കഥകൾ പറഞ്ഞും കരുളു പകുത്തും തമ്മിൽ തണലായി നിന്നിടാം എന്നാണ്. വെറുതെ ഉണ്ടായ വരിയല്ല. കഴിഞ്ഞ 27 കൊല്ലമായി തമ്മിൽ തണലായി സ്ത്രീകൾ നിൽക്കുന്ന പ്രസ്ഥാനമാണ് കുടുംബശ്രീ. ആ വിധിവാക്യങ്ങൾ തിരുത്താം എന്നാണ് വേറൊരു വരി. വിരിഞ്ഞു നിൽക്കാം വീഥികൾ വേണേ വിധിവാക്യങ്ങൾ തിരുത്താം. കേരളത്തിലെ സ്ത്രീ ജീവിതത്തിന്റെ വിധിവാക്യങ്ങളെ തിരുത്തിക്കുറിച്ച, എല്ലാം തലയിലെഴുത്താം എന്ന ധാരണയെ മാറ്റിക്കുറിച്ച പ്രസ്ഥാനത്തിന്റെ പേരാണ് കുടുംബശ്രീ എന്നത്. അങ്ങനെയാണെന്ന ധാരണ ഇതൊക്കെ തലയിൽ എല്ലാ ദുർവിധി തലയിൽ വരച്ചതാണ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കുടുംബശ്രീ ദേശീയ ഗ്രാമീണ മിഷന്റെ വാർഷിക കർമ്മ പദ്ധതി നിർദ്ദേശമനുസരിച്ച് പട്ടികജാതി മേഖലയിൽ പ്രത്യേക ഇടപെടൽ നടത്തുന്നതിന്റെ ഭാഗമായാണ് തൃത്താലയിൽ സമുന്നതി പദ്ധതി നടപ്പാക്കുന്നത്. പട്ടികജാതി വിഭാഗക്കാർക്ക് വേണ്ടിയുള്ള വിവിധ വികസന പ്രവർത്തനങ്ങൾ മണ്ഡലത്തിലെ 8 ഗ്രാമപഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് നടപ്പാക്കും. പട്ടികജാതി വിഭാഗത്തിലെ എല്ലാ കുടുംബങ്ങളെയും കുടുംബശ്രീ സംവിധാനത്തിൽ കൊണ്ടുവന്ന് പ്രാദേശികമായി സാധ്യമാകുന്ന വിവിധ ഉപജീവന തൊഴിൽ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുകയും വിവിധ സാമൂഹിക സ്ത്രീ ശാക്തീകരണ ഇടപെടലുകൾ നടത്തുകയും ചെയ്യുകയുമാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. പദ്ധതിയുമായി ബന്ധപ്പെട്ട ഉപജീവന പ്രവർത്തനം, കുടുംബശ്രീ സംഘടനാ ശാക്തീകരണം, സാമ്പത്തിക ശാക്തീകരണം, സാമൂഹ്യ വികസന പ്രവർത്തനങ്ങൾ, കുട്ടികൾ, യുവജനങ്ങൾ എന്നിവരെ കേന്ദ്രീകരിച്ച വിവിധ പരിപാടികളും ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കും. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VP റജീന ചടങ്ങിൽ അധ്യക്ഷയായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ VV ബാലചന്ദ്രൻ, ഷറഫുദ്ദീൻ കളത്തിൽ, ജില്ലാ പട്ടികജാതി വികസന വകുപ്പ് ജില്ലാ ഉപദേശക സമിതി വിജിലൻസ് ആൻഡ് മോണിറ്ററിംഗ് സമിതി അംഗം KP ശ്രീനിവാസൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ഷാനിബ ടീച്ചർ, വാർഡ് മെമ്പർ ജ്യോതിലക്ഷ്മി, കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ അനുരാധ, ആനക്കര ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാർ, കുടുംബശ്രീ CDS ചെയർപേഴ്സൺമാർ, കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. ചടങ്ങിൽ കുടുംബശ്രീ പട്ടികജാതി വിഭാഗങ്ങൾക്കുള്ള വിവിധ ഫണ്ടുകൾ 8 CDSകൾക്കായി മന്ത്രി വിതരണം ചെയ്തു. വിവിധ മേഖലയിൽ മികവ് പുലർത്തിയവരെയും ആദരിച്ചു.